ാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ബിസിനസ് ആരംഭിച്ചു. പക്ഷേ ജോലിയുടെ തിരക്കുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് റിട്ടയർ ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷമാണ് 2018 ഫെബ്രുവരി മാസം 18-ാം തീയതി ഭ്രമരം എന്ന പരിപാടി നേരത്തെ അനൂപ് സാർ സൂചിപ്പിച്ചു, കോഴിക്കോട് വെച്ച് നടന്നു. ആ ഒരു പ്രോഗ്രാമിൽ ഒരു കാഴ്ചക്കാരനായിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പുറകിലിരുന്ന് കണ്ടു. അന്ന് ഒരു തീരുമാനമെടുത്തു. 12,000-ഓളം ആൾക്കാർ പങ്കെടുത്തൊരു വലിയൊരു പ്രോഗ്രാം. കമ്പനി കേരളത്തിൽ ഓപ്പറേഷൻ തുടങ്ങിയത് 2016-ലാണ്. 2 വർഷം കൊണ്ട് തന്നെ ഇത്രയധികം കമ്പനിക്ക് വളരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് കമ്പനി ഒരുപാട് വളരും, അതിൻ്റെ ഒരു ഭാഗമായി മാറണം എന്നുള്ളൊരാഗ്രഹം ആ ഒരു മീറ്റിങ്ങിലൂടെ എനിക്ക് കിട്ടി. അങ്ങനെ അന്നൊരു തീരുമാനമെടുത്ത് വീട്ടിലേക്ക് പോയി. പിന്നീട് വളരെ ശക്തമായി ബിസിനസ് ചെയ്തു. അന്ന് ഏതാണ്ടൊരു RTC റാങ്ക് മുതൽ മുകളിലോട്ടുള്ള ആൾക്കാരെയാണ് കാര്യമായിട്ട് ആദരിച്ചത്. അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ ഞാനൊരു തീരുമാനമെടുത്തു. ഒരു 2-3 വർഷം കൊണ്ട്, ഒരു 3 വർഷം കൊണ്ട് RTC റാങ്കിലേക്ക് എത്തണം എന്ന് തീരുമാനിച്ചു. പക്ഷേ എന്നോടൊപ്പം വന്ന ധാരാളം ചെറുപ്പക്കാരുടെയൊക്കെ നല്ല രീതിയിലുള്ള പരിശ്രമം കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ബിസിനസ്സിൽ കൊടുത്ത ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് 2 വർഷം പോലും ആയില്ല, 2019 ജനുവരി മാസം എനിക്ക് കമ്പനിയുടെ RTC റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞു. കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്ന 2,14,000 ആ ഒരു എമൗണ്ട് വാങ്ങിക്കാൻ കഴിഞ്ഞു. ഞാൻ വളരെ കാര്യങ്ങളേ ഉള്ളൂ. ഓരോ പ്രോഗ്രാമും നമ്മുടെ ടീം GCAയും നമ്മുടെ അപ്ലൈൻ ലീഡറായിട്ടുള്ള മൊബിൻ സാറൊക്കെ നടത്തിയിട്ടുള്ള ധാരാളം പ്രോഗ്രാംസ് നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു വലിയൊരു പ്രോഗ്രാമാണ് വിഹാൻ എന്ന പേരിട്ടിട്ടുള്ള ഇനി വരാൻ പോകുന്ന മെയ് 23-ാം തീയതി നടക്കുന്നത്. അത് വെറുതെ ഒരു പ്രോഗ്രാം അല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനപ്പുറവും നേടിത്തരാൻ നമ്മളെ കെൽപ്പ് തരുന്ന, അതിനെ നമ്മളെ സഹായിക്കുന്ന, നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിലീഫ് ലെവല് എന്തുമാത്രം ഉയർത്താമോ അത്രയും ഉയർത്താൻ പറ്റുന്ന വലിയൊരു പ്രോഗ്രാമാണ്. അപ്പം ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല, ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഓരോരുത്തരുടെയും ടീമിൽ നിന്ന് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കുക. അതും വെറുതെ പങ്കെടുപ്പിക്കുക എന്നുള്ളതല്ല, ഒരു അച്ചീവറായിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും പെർഫോമൻസ് ബോണസ് വാങ്ങിച്ച് നമ്മുടെ ടീമിൽ നിന്ന് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പെർഫോമൻസ് ബോണസ് വാങ്ങിക്കണം. പക്ഷെ അത് മാത്രമല്ല, ടീമിലുള്ളവരെ കൊണ്ട് വാങ്ങിക്കണം. ഇനി എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞു 2018 ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് സജീവമായിട്ട് ബിസിനസ്സിലേക്ക് വന്നത്. അതിനുശേഷം ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള നേട്ടം മാത്രം പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഞാൻ എൻ്റെ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് 56-ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്തത്. അതിനുള്ളിൽ ഒരുപാട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വെഡിങ് ആനിവേഴ്സറി പോലും, ഒരു കേക്ക് പോലും മുറിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നുവെച്ചാൽ അതൊന്നും ഒരു സംഭവമായിട്ട് നടന്നില്ല. സാധാരണ ദിവസങ്ങളെ പോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേയും എല്ലാം കഴിഞ്ഞുപോയി. പക്ഷേ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി എൻ്റെ നവംബർ 27-ാം തീയതി ആയിരുന്നു. 2022 നവംബർ 27-ാം തീയതി നടന്ന ആ ലാസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞാൻ ആഘോഷിച്ചത് തായ്ലൻഡിൽ നിന്നുള്ള ഒരു വിദേശ രാജ്യത്താണ്. അത് ഞാൻ ഒറ്റയ്ക്ക് പോയി വെഡിങ് ആനിവേഴ്സറി വിദേശത്ത് ആഘോഷിക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ ടീച്ചറുമായിട്ട്, വൈഫുമായിട്ടും മോളും മരുമോനും മോളുടെ കുഞ്ഞുമൊക്കെ ആയിട്ടാണ്, മൊത്തം ഫാമിലി ആയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ ഈ ഒരു മാറ്റം, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, ഈ ഒരു മാറ്റം എനിക്ക് തന്ന വലിയൊരു അവസരമാണ് നിങ്ങൾക്കും കിട്ടിയിരിക്കുന്നത്.